ഒരു പക്ഷേ വർമ്മയെക്കുറിച്ചാവാം. വർമ്മയുടെ ഭാര്യയാവാനും ആയാൽ തന്നെ ഇങ്ങനെ പോരാ എന്ന് പറയാനും ആവാം. പക്ഷേ ഗിരിജയുടെ മുഖം കണ്ടിട്ടോ എന്തോ അവർ ഒന്നും പറഞ്ഞില്ല. പക്ഷേ തിരിഞ്ഞു നടക്കുമ്പോൾ കോണിയുടെ രണ്ടാമത്തെ പലകയിൽ നിന്ന് അവർ പതുക്കെ പറഞ്ഞു, മനക്കലെ മുത്തച്ഛൻ ഗിരിജയെ അങ്ങോട്ട് പോകാൻ പറഞ്ഞയച്ചു. ഉടനെ പോയാൽ വിളിക്കാൻ വന്ന ചെറുക്കനെ തോട്ടത്തിൽ കാണാം. തിരിച്ചു പോകും മുമ്പേ എന്തായാലും ഒന്ന് മനക്കൽ പോകേണ്ടതാണ്. കൂടാതെ പലതവണയായി മുത്തച്ഛൻ പറഞ്ഞയക്കുന്നു. ധിക്കാരമായി കരുതും. തോട്ടത്തിൽ വിളിക്കാൻ ചെന്ന ചെറുക്കനുണ്ടായിരുന്നു. മനക്കലേക്ക് കയറുമ്പോൾ അന്തം വിട്ടുനിന്നു. ആധുനിക രീതിയിൽ പണിചെയ്ത ഗംഭീരമായ ഇരുനില കെട്ടിടം. പത്തായപ്പുരയ്ക്കും ഇരുനിലയാണ്. ചാവിടി മാത്രം പഴയതുപോലെ. എവിടെ നിന്നോ ആരൊക്കെയോ സംസാരിക്കുന്ന ശബ്ദം. ചാവിടി മാത്രമേ അറിയൂ. അങ്ങോട്ട് ചെന്ന് തൂണിൽ ചാരി നിന്നു. ചാവിടിയിലെ ആകെയുള്ള ഒരു മുറി അടഞ്ഞു കിടക്കുന്നു. എവിടെയാവും വിജയേട്ടൻ? ചാണകം വാരിയ വലിയ കുട്ടകളുമായി 2-3 സ്ത്രീകൾ കടന്നുപോയി. അവളെ നോക്കി അവരെന്തോ പറഞ്ഞു. കാലിന് വേദന തോന്നിയപ്പോൾ ഗിരിജ സീറ്റിൽ ചാരി നിന്നു. എങ്ങോട്ട് പോകണമെന്നും എന്തു ചെയ്യണമെന്നും അറിഞ്ഞുകൂടാ. പണ്ട് അകത്തു കയറിയാൽ എന്തെങ്കിലും തൊട്ടുപോയാൽ അവിടുത്തെ സ്ത്രീകൾ നാണം കെടുത്തും. പിന്നെ അയിത്തം പറഞ്ഞ് മുങ്ങിക്കുളി. മുകളിലെ നിലയിലെ ജനൽ കർട്ടനിൽ കണ്ണോടിച്ചു നിന്നപ്പോൾ ഒരു കൊച്ചു ബാലൻ ചാവിടിയിലേക്ക് ഓടി വന്നു. ഗിരിജയെ കണ്ടപ്പോൾ അവൻ പെട്ടെന്ന് നിന്നു. പിന്നെ സംശയത്തോടെ ചോദിച്ചു, ഉണ്ണേട്ടൻ്റെ ടീച്ചറാ? അല്പം ചാരനിറമുള്ള വിടർന്ന കണ്ണുകൾ. അവന് അരുണിൻ്റെ മുഖഛായയുണ്ടെന്ന് തോന്നി. കുട്ടിയുടെ വലിയ മുത്തച്ഛൻ എവിടെ? വലിയ പൂമുഖത്ത് വർത്തമാനം പറയാ. വർത്തമാനം കഴിഞ്ഞാലേ ചാവടിയിൽ ഒരു പെണ്ണ് നിൽക്കുന്നുണ്ടെന്ന് പറയാമോ? പറയാലോ. അവൻ ചാവടിയിലെ അടച്ചിട്ട മുറി തള്ളിത്തുറന്നു. വിജയേട്ടനല്ലേ? ഗിരിജ വാതിലിൻ്റെ നേരെ ചെന്നു. വിജയേട്ടൻ. ഗിരിജ മുറിയിലേക്ക് കടന്നു ചെന്നു. വിജയേട്ടൻ തിരിഞ്ഞു നോക്കി. മുഖത്തെ മാംസപേശികൾ വലഞ്ഞു മുറുകുകയും അയഞ്ഞു തളരുകയും ചെയ്തു. ഉഷ. ചുണ്ടുകളിൽ നിന്ന് അക്ഷരങ്ങൾ ഉതിർന്നു വീണു. ഗിരിജയ്ക്ക് നേരിയ ഞെട്ടൽ അനുഭവപ്പെട്ടു. ഓർമ്മയില്ലേ വിജയേട്ടാ? ഗിരിജയാണ്. ഓ ഗിരി. വീണ്ടും താഴ്ന്ന പരുക്കൻ സ്വരം. കയ്യിലുണ്ടായിരുന്ന പുസ്തകം മടക്കി വിജയേട്ടൻ മേശമേൽ വെച്ചു. പിന്നെ കസേര ചൂണ്ടിപ്പറഞ്ഞു, ഇരിക്കൂ ഗിരി. കോളേജിലേക്ക് പോകുമ്പോൾ പൂണൂലെടുത്ത് പെട്ടിയിൽ വെച്ച് അവധിക്ക് നാട്ടിൽ തിരിച്ചു വന്നാൽ മുത്തച്ഛനെ ഭയന്ന് വീണ്ടും ധരിക്കാറുള്ള വിജയേട്ടൻ. നെഞ്ചിലെ മിക്കവാറും വെളുത്തു കഴിഞ്ഞ നിറഞ്ഞ രോമങ്ങൾക്കിടയിൽ ആ ഒറ്റപ്പൂണുൽ പകുത്തുകിടക്കുന്നു. താടിയും മിക്കവാറും നരച്ചിരുന്നു. മുടിയും. കാലം എന്തെന്ത് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. വിജയേട്ടൻ എങ്ങോ നോക്കിയിരിക്കുകയാണ്. തന്നെ കണ്ടപ്പോൾ ഉഷയെ ഓർത്ത വിജയേട്ടൻ ഇപ്പോൾ ചിന്തിക്കുന്നതെന്താണെന്ന് മനസ്സിലാക്കാനാവും. ഗിരിജയ്ക്ക് ഭയം തോന്നി. ആ ഭയം ക്രമേണ സഹതാപമായി മാറി. മരണത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ മറ്റാരുടെയോ കൈകളിൽ കിടന്നു മരിച്ച പെണ്ണിനു വേണ്ടി. രാധാകൃഷ്ണൻ മാഷോട് തോന്നിയ ആ വെറുപ്പ് ഇവിടെയും തോന്നുന്നില്ലേ? ഗിരിജ രക്ഷപ്പെടാനെന്ന പോലെ എഴുന്നേറ്റു. ഈർപ്പം വിതറിയ മേശപ്പുറത്ത് അട്ടിയായി പഴയ പുസ്തകങ്ങൾ. 2 വശങ്ങളും നിറയെ എഴുതിവെച്ച കടലാസുകൾ. മറിച്ചു നോക്കുമ്പോൾ അവിടെയും ഉഷയുടെ പേരുണ്ടാവുമെന്ന് കരുതി ഗിരിജ പെട്ടെന്ന് അടച്ചു. നിശബ്ദതയ്ക്ക് ആഴം കൂടി. അപ്പോഴും പൂണൂലിൽ പിടിച്ച് വിജയേട്ടൻ എങ്ങോ നോക്കിയിരിക്കുകയായിരുന്നു. ഒടുവിൽ എടുത്തെറിഞ്ഞ പോലെ കുട്ടി വന്നു. കൂടെ അന്യേട്ടനും. ഗിരിജയോ? കൊള്ളാം. പഴയ ഗിരിജ തന്നെയല്ലേ? ഓ, അങ്ങോട്ടേക്ക് വന്നാൽ അയിത്താവില്ലേ? അന്യേട്ടൻ ആദ്യം ചിരിച്ചു. പിന്നെ ഓർത്തു നിന്നു. പിന്നെ വളവുള്ള ഊന്നുവടിയും മെതിയടിയുടെ ശബ്ദവുമായി മുത്തച്ഛൻ വന്നു. ചാവടിയിലെ കസേരയിലിരുന്നപ്പോൾ ഗിരിജ താഴെ ഇറങ്ങി നിന്നു.